തുടങ്ങിയ തയ്യാറെടുപ്പുകൾ അവസാനിക്കാൻ ഫ്രാൻസിന് മുന്നിൽ 3 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അവസാന ലാപ്പിലെ ഓട്ടത്തിന്റെ കിതപ്പും വീര്യവും ഒരുപോലെയുണ്ട് സംഘാടകർക്ക്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കൂടെയുണ്ട്. വെള്ളിയാഴ്ചയാണ് 33ാമത് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇന്ത്യൻ ടീം അംഗങ്ങൾ ഉൾപ്പെടെ വില്ലേജിലുണ്ട്. ഹോക്കി ടീമും രോഹൻ ബൊമ്മണ്ണയുടെ നേതൃത്വത്തിലുള്ള ടെന്നീസ് സംഘവുമെല്ലാം വില്ലേജിൽ പരിശീലനത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. കനത്ത സുരക്ഷയുടെ നിഴലുണ്ട് എവിടെയും. പക്ഷേ എന്താണെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ പൊട്ടിത്തെറിച്ചെറിയാൻ ത്വരയുള്ള ജനതയാണ്. പാലസ്തീനെതിരായ യുദ്ധം തുടങ്ങുന്നതിനിടെ ഇസ്രായേൽ ടീമിനെ മത്സരിപ്പിക്കുന്നതിലെ പ്രതിഷേധവും രംഗത്തുണ്ട്. ഒപ്പം ഈയിടെ രൂപപ്പെട്ട രാഷ്ട്രീയ അസ്തിത്വവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെയാണ് സംഘാടകരുടെ നീക്കം. നഗരത്തിലെ ചില മേഖലകളിൽ സാധാരണക്കാർക്ക് നിയന്ത്രണമുണ്ടെങ്കിലും അതൊന്നും പൊതുജീവിതത്തെ ബാധിച്ചിട്ടുമില്ല. അവർ മണിക്കൂറുകളോളം കഫകളിലിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നഗരത്തിൽ ജീവിതം ആഘോഷമാക്കുകയുമുണ്ട്. ഒളിമ്പിക്സിന്റെ തോരണങ്ങൾ എവിടെയും തൂങ്ങിയാടുന്നുണ്ട്. സ്റ്റേഡിയം പരിസരങ്ങളിൽ മാത്രമല്ല, ഹോട്ടലുകളുടെ മൈൻ കാർഡുകളിൽ പോലും ഗെയിംസിന്റെ ചിഹ്നവും ലോഗോയും പതിപ്പിച്ചിരിക്കുന്നു. സുരക്ഷ കർശനമാണെങ്കിലും ഒളിമ്പിക്സ് പ്രതിനിധികളാണെങ്കിൽ നല്ല സ്വീകരണമുണ്ടാകും. ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ചയാണെങ്കിലും മത്സരങ്ങൾ ബുധനാഴ്ച തുടങ്ങും. ലിയോണിയിലെ സെന്റ് എലീറ്റ് സ്റ്റേഡിയത്തിൽ അർജന്റീന മൊറോക്കോ ഫുട്ബോൾ മത്സരത്തോടെയാണ് മത്സരവേദി ഉണരുക. ഇതേ ദിവസം മാർസൈൽ ഫ്രാൻസ് US കളിയുമുണ്ട്. വ്യാഴാഴ്ച അമ്പെയ്ത്തിൽ ഇന്ത്യയും മത്സരത്തിനിറങ്ങും. 49 താരങ്ങളാണ് ഇതുവരെ പാരീസിലെത്തിയത്. എവിടെ നോക്കിയാലും സുരക്ഷാ സൈനികർ. പാരീസിന്റെ പ്രധാന വീഥികളിലെല്ലാം പോലീസും സുരക്ഷാ സേനകളുമുണ്ട്. ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുന്ന ത്രോക്കേദോ ഗാർഡന് സമീപം പോലീസിന്റെ റൂട്ട് മാപ്പുണ്ട്. നഗരത്തിൽ മാത്രം 45,000 പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ടെന്നുമാണ് കണക്ക്. ഇതിനു പുറമെ ഫ്രാൻസിന്റെ കരസേനയിലും 15,000-ലധികം സൈനികരും ഡ്യൂട്ടിയിലുണ്ടാകും. ആശങ്കകളുടെ വേലിക്കെട്ടിന് പുറത്തു നിർത്തി ഒളിമ്പിക്സിന് കൊടിയുയരുന്നു കാണാൻ ഈ നഗരവും ലോകവും കാത്തിരിക്കുന്നു. എല്ലാം സുരക്ഷിതമായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി 3 ദിവസം മാത്രമാണ് ഒളിമ്പിക്സിന് കൊടിയേറാൻ ഉള്ളത്.